Okay, I guess നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയി തോന്നുന്നു അല്ലേ? Okay. So a warm welcome to all of you who have gathered over here for our webinar, Advancement in Digital AEC Industry. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വാല്യൂബിൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വന്നത് ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ ലൈഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ നിങ്ങൾക്ക് ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അല്ലെ. സോ വി ആർ ഹിയർ നോട്ട് ടു ഡിസപ്പോയിന്റ് യു, ബട്ട് ഐ അഷ്യൂർ യു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഡെലിവർ ചെയ്യാൻ നിന്നിട്ടുള്ളത്. സോ ഐ ഇൻവൈറ്റ് മൈ ടീം മെമ്പേഴ്സ്, പ്രോജക്ട് കോർഡിനേറ്റർ സുശാന്ത് സർ, interior designer Shafiq sir, BIM modeler Nawaz sir. So warm welcome all of you to this webinar. So എന്താണ് ഈ അഡ്വാൻസ്മെന്റ്? താങ്ക് യു സോ മച്ച്. സോ എന്താണ് അഡ്വാൻസ്മെന്റ് ഇൻ ദ ഡിജിറ്റൽ AEC ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ കൂടെ ഈ വെബിനാറിൽ കുറെ വർക്കിംഗ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ ഡിസൈൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആഗ്രഹിച്ചുള്ള കുറെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ എല്ലാവരും ഇപ്പം ജീവിക്കുന്ന ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി കോമ്പറ്റിറ്റീവ്. അറ്റ് ദ സെയിം ടൈം കുറെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എഞ്ചിനീയറിംഗ് ആവട്ടെ, ആർക്കിടെക്ചർ ആവട്ടെ, കൺസ്ട്രക്ഷൻ ഫീൽഡ് ആവട്ടെ, ഇതിലൊക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഫീൽഡിലും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കുറെ ടൂൾസ് ആവട്ടെ, സോഫ്റ്റ്വെയർസ്, കുറെ ടെക്നോളജീസ് അവര് സ്വയം അവരുടെ എഫിഷ്യൻസി കൂട്ടാനും ഈ പറഞ്ഞ പോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഗ്രോത്ത് കൊണ്ടുവരാനും അവരുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാനും ഒക്കെയുള്ള അഡ്വാൻസ്മെന്റ് ആണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലൂടെ വരുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് BIM, റെവിറ്റ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. അതുകൂടാണ് പാരാമെട്രിക് ഡിസൈൻ ആസ്പയറിംഗ് സ്റ്റുഡൻസിന് അറിയാം. ഓർഗാനിക് ആയിട്ടും പല രീതിയിലൂടെ നമ്മൾ ഈ കോൺസെപ്ച്വൽ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് മാനുവൽ സ്കെച്ചിങ്ങിലൂടെ അല്ലാണ്ട് കുറെ സോഫ്റ്റ്വെയർസ് ഓറിയന്റഡ് ആയിട്ട് വരുന്നുണ്ട്. പാരാമെട്രിക് ഡിസൈൻ, ക്ലൗഡ് ബേസ്ഡ് കൊളാബറേഷൻ, ഡിജിറ്റൽ പ്രോജക്ട് മാനേജ്മെന്റ്. ഇനി എൻവയറമെന്റൽ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ സസ്റ്റൈനബിലിറ്റി. അങ്ങനെ കുറെ നമുക്ക് കൗണ്ട്ലെസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ആക്ച്വലി ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ്സ് നമ്മുടെ ഈ ഫീൽഡിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണോ? ഇനി അതല്ല നമ്മൾ അപ്ഡേറ്റ് what are the challenges that we are going to face? നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മെയിൻ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് കരിയർ സ്റ്റാഗ്നേഷനാണ്. എന്താ കരിയർ സ്റ്റാഗ്നേഷൻ? നമ്മൾ ഏത് ഫീൽഡിലാണോ ഉള്ളത് നമ്മൾ അതേ സെയിം ലെവലിൽ ഒരു ഗ്രോത്തും ഇല്ലാണ്ട് ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്ക് ആവാണ്. സോ നമുക്ക് യാതൊരു വളർച്ച സംഭവിക്കുന്നില്ല. വി ആർ സ്റ്റിൽ ദ സെയിം. അല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവേറ്റ് ആയി ഒരു സ്റ്റുഡന്റ് കയറി ജോബ് കുറച്ചു കാലം നിന്നു, ആള് പഴയ രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്, ആൾ അവിടെ തന്നെ സ്റ്റോപ്ഡാ. പിന്നെ അങ്ങോട്ടേക്ക് എന്തില്ല, ഗ്രോത്ത് ഇല്ല. അതുപോലെ തന്നെ പ്രോജക്റ്റിന് എന്തില്ല, എഫിഷ്യൻസി കൂടാനുള്ള ചാൻസ് ഇല്ല. ഈ പറയുന്ന കമ്പനീസ് ആവട്ടെ, ഇൻഡസ്ട്രീസ് ആവട്ടെ, അവരെല്ലാവരും നോക്കുന്നത് അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ലേബേഴ്സ്, വർക്കേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആവട്ടെ, അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന അവരുടെ സ്കിൽസ്, എഫിഷ്യൻസി. ഒരാളെ നമ്മൾ കമ്പനിയിൽ ഹയർ ചെയ്യുമ്പം അവരെ കൊണ്ട് നമ്മളുടെ ഓഫീസിന് എന്തെങ്കിലും ബെനിഫിറ്റ്, നമ്മുടെ ആ ആളുടെയും പ്രോജക്ട് റിലേറ്റഡ് ആയിട്ടും ആ ഒരു ഇൻഡസ്ട്രീന്റെ ഗ്രോത്ത് ഉണ്ടോ എന്നാണ് ഏതൊരു കമ്പനിയും നോക്കുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് പറ്റുന്നില്ല. അത് ഇവൻച്വലി ലീഡ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലോസസ് ആണ് അല്ലെ. കമ്പനിയുടെ മൊത്തം ഒരു ലോസിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് നോട്ട് വി ആസ് ആസ്പിറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫീൽഡിൽ അപ്ഗ്രേഡ് ചെയ്യുക, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൽസ് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെൻഡിനോടൊപ്പം നമ്മൾ മൂവ് ചെയ്യണോ, സോഫ്റ്റ്വെയർസ് പുതിയത് പഠിക്കണോ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അക്കാഡമിക്സിൽ പഠിക്കുന്ന കാര്യം ഒന്ന്, നമ്മൾ പ്രൊഫഷനിലേക്ക് കയറുമ്പോൾ വേറൊരു കാര്യമാണ്. സോ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യേണ്ടത്? സോ ഇത്രയും കാര്യങ്ങളുടെ ഒരു സെറ്റ് ഗുഡ് ആയിട്ട് നല്ല കളക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനാണ് നമ്മുടെ ആക്നോവ ടീം, മാസ്റ്ററിംഗ് ഡിസൈൻ ആൻഡ് BIM എന്ന് പറയുന്ന ടീം ഇവിടെ നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ പറയുന്ന എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇതോടൊപ്പം തന്നെ
മാസ്റ്ററിംഗ് ഡിസൈൻ ആൻഡ് ബിം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കുറെ ആൾക്കാരുടെ മൈൻഡിലുള്ള കാര്യമാണ്, കുറെ ഇങ്ങനത്തെ സെഷൻസ് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ കുറെ സോഫ്റ്റ്വെയർസിന്റെ അപ്കമിങ് കാര്യങ്ങൾ, ട്രെൻഡ്സും കുറെ അഡ്വാൻറ്റേജസ് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എവിടെ ട്രസ്റ്റ് ചെയ്യണം എന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഞാനായാലും ഈ പറയുന്ന വേറൊരു പുതിയ ആളാണെങ്കിൽ അവരുടെ മൈൻഡിൽ നമ്മൾ ഇവരെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മളെ കരിയറിന് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ജസ്റ്റ് ഫോർ എ സേക്ക്, വെറുതെ പറയുന്ന ഒരു കാര്യമാണോ എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. സോ അതിന് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു യു ക്യാൻ ആക്ച്വലി അൾട്ടിമേറ്റ്ലി അറ്റൈൻ യുവർ ഗെയിം. ഓക്കെ, നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമ്മുടെ ഈ ഒരു ആക്നോവ മാസ്റ്ററിംഗ് ഡിസൈൻ ആൻഡ് ബിം എന്ന് പറയുന്ന ഈ കോഴ്സ് നമ്മൾ ആക്ച്വലി 2 ബാച്ച് റൺ ചെയ്തു. ഇപ്പൊ നമ്മുടെ അപ്കമിങ് ബാച്ച് വരുന്നുണ്ട്. സോ നമ്മൾ എങ്ങനെ ആ ഒരു കോഴ്സ്, ഈ പറയുന്ന കുറെ സൊല്യൂഷൻസ്, ചാലഞ്ചസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ടീം നമ്മളുടെ ഓഫീസിന്റെ ഗ്രോത്തിനും അപ്കമിങ് സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തിട്ട് ഓവറോൾ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഗ്രോത്ത് നമ്മളൊരു മോട്ടീവ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ കുറെ ചാലഞ്ചസ്, ഇപ്പം ഞാൻ ഇറങ്ങിയ ടൈമിലായാലും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജൂനിയേഴ്സ് ആയാലും, ഇനി അതല്ല ഈ ഫീൽഡിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എവിടെ കയറും, ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യോ, ഇനി ഹയർ ചെയ്യുമ്പോൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുള്ളത് അല്ലേ. ഓൾ ദീസ് ആർ സർട്ടൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇസ് ഓൾവേസ് ദെയർ ഇൻ അവർ മൈൻഡ്. സോ അതിന് ആൻസേഴ്സ് എന്താണ്, നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. ഓക്കെ, സോ അത് എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഉള്ള സ്കിൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അക്കാഡമിക്സ് കഴിഞ്ഞു നേരെ ജോബിന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രോങ് പൊട്ടൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. ഇനി അതെല്ലാം നമ്മൾ നമ്മുടെ പ്ലേസ് ഓഫ് വർക്ക് മാറ്റാണ്, നമ്മൾ വി ആർ ഷിഫ്റ്റിംഗ് ടു സംവെയർ എൽസ്. സോ ദെയർ ഓൾസോ വി നീഡ് സംതിങ് which is very different from the existing people who are there to compete with us. സോ അതെന്തൊക്കെയാ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ കുറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ട് നമ്മുടെ ഇനി അതോറിറ്റീസ്, പ്രോജക്ട് കോർഡിനേറ്റേഴ്സും ടീം ഹെഡ്സ് ഒക്കെ കൂടി ഫോർമുലേറ്റ് ചെയ്തൊരു കോഴ്സാണ് ഇത്. സോ ഈ ഒരു കോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ അക്കാഡമിക്സ് കഴിഞ്ഞ് നേരെ ഒരു പ്രൊഫഷണൽ വർക്കിംഗ് എൻവയറമെന്റിലേക്ക് കയറുന്ന ആൾക്കാർക്ക് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് അവരെ കോൺഫിഡന്റ് ആയിട്ട്, യെസ് ഐ എം എ വെരി കോൺഫിഡന്റ്, വെരി റെസ്പോൺസിബിൾ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനർ, ഓർ ഐ എം വെരി ഗുഡ് ഇനഫ് ഇൻ കൺസ്ട്രക്ടിങ് പ്രോജക്ട്സ്, അല്ലെങ്കിൽ ഐ എം ഏബിൾ ടു ഡു ദിസ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. അതിനുള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് program. I'm highlighting the word that is practical training program. Karnam, okay, there is actually a request to speak in English, but there are many other people also who wants Malayalam. I can switch on to both the languages. Okay. So, actually, namal ninna point. Okay. So, yeah. So, when once people jump from academics into a professional experience thing, അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. they won't be able to address, അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പ്രോജക്ട്സ് മാറുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ നമ്മൾക്ക് അക്കാഡമിക്സിൽ ഉണ്ടായിരുന്ന ചെറിയ എക്സ്പോഷർ ടുവേർഡ്സ് ദ സോഫ്റ്റ്വെയർസ്. സോ ഹൗ ആർ വി ഗോയിങ് ടു അപ്ഗ്രേഡ് ഓൾ ദീസ് തിങ്സ്? സോ വെൻ എ പേഴ്സൺ ഇസ് സ്റ്റക്ക് soon after their academics, അല്ലെങ്കിൽ we know many people take breaks in between our life. കുറേ പഠിച്ചു, ഒന്നൊരു ബ്രേക്ക് എടുക്കട്ടെ എന്ന് വിചാരിക്കും അല്ലെ. ആ ബ്രേക്ക് എടുത്ത് പിന്നെ ജോബിന് കയറുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് കാണുന്നത്? ഐ യു നോട്ട് എഫിഷ്യന്റ് ഇനഫ് ഇൻ യുവർ ഇൻഡസ്ട്രി അല്ലെ, മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്താ റിപ്ലൈ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബ്രേക്ക് എന്തായിരിക്കണം? നിങ്ങൾക്ക് എന്തോ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത ബ്രേക്ക് ആയിരിക്കണം. സോ അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് ബിൽഡ് ചെയ്യാൻ, ആ ഒരു അക്കാഡമിക്സും പ്രൊഫഷണൽ എക്സ്പീരിയൻസിലേക്ക് വരുന്ന ഗ്യാപ്പ് നല്ല രീതിയിൽ നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഒരു സ്കിൽഡ് പേഴ്സണാലിറ്റി ഇൻ യോർ ഫീൽഡ് ആക്കി മാറ്റാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അതിൽ നമുക്കറിയാം നമ്മൾ അധികം ഈ ഒരു ഫീൽഡിൽ ലൈക്ക് മീറ്റ് ചെയ്യുന്ന പ്രോജക്ട്സ് ആണ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ പ്രോജക്ട്സ്. Even in academics also we get to know a basic of how to design a residence or villa kind of projects, or something which is related to a very small scale. And the other thing what we are going to deal is with the commercial scale of projects. And so both these categories, what are the responsibilities or
the duties that an architect or designer or a person in a construction field should fulfill. What are the software skills he needs? അല്ലെങ്കിൽ what are the skills he or she needs to sustain his career in this field? That is what we have to focus on. സോ അങ്ങനെ ഈ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമില് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കാറ്റഗറി ഓഫ് പ്രോജക്ട്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ പ്രോജക്ട്സ്. ഈ റെസിഡൻഷ്യലും കമേഴ്ഷ്യൽ പ്രോജക്ട്സ് ഏതൊരു വ്യക്തി, ഒരു എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ട ഒരാളാവട്ടെ, അല്ലെങ്കിൽ അക്കാഡമിക്സ് കഴിഞ്ഞിട്ട് ഇതൊന്നും അറിയാത്ത ഒരാളാവട്ടെ, ഏത് ലെവലിലുള്ള ഒരാൾക്കും ബിഗിനിങ് സ്റ്റേജ് മുതൽ എൻഡ് പ്രോജക്ട് എക്സിക്യൂഷൻ വരെ എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റും, അതിന് ഇയാൾക്ക് വേണ്ട സോഫ്റ്റ്വെയർ സ്കിൽസ്, ഇയാൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ അഡ്വാൻസ്മെന്റ്സ് ഇയാൾ ചെയ്യേണ്ടതുണ്ട്, ഹൗ ഹി ഓർ ഷീ ഷുഡ് ബി ട്രെയിൻഡ് ഇനഫ് ടു റീച്ച് ടു ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ, ഇതൊക്കെ വേണ്ടിയിട്ട് സ്ട്രക്ചർ ചെയ്തൊരു സിലബസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മൾ കുറെ അക്കാഡമിക്സ് വായിക്കുന്നു, അല്ലെങ്കിൽ പോട്ടെ നമ്മൾ അക്കാഡമിക്സ് ആയാലും 1-2 സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു അല്ലെ. ഈവൻ ഞാനായാലും നമ്മൾ സൈറ്റ് സ്റ്റഡി ചെയ്യുന്നത് ആ ഷീറ്റ് ചിലപ്പോൾ പ്രസന്റ് ചെയ്യാനായിരിക്കും. കുറച്ച് കളർഫുൾ ആക്കി, ഇല്ലാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസ്, ഇല്ലാത്ത കുറച്ച് വീക്ക്നെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ ആ ടൈമിൽ പഠിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വി ആർ ഡൂയിങ് ഷീറ്റ്സ്. ബട്ട് വി ഡോണ്ട് നോ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു എഫക്ട് ഇൻ ഫ്യൂച്ചറിൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മൾ അക്കാഡമിക്സിൽ മനസ്സിലാക്കുന്നില്ല. സോ ഇതിന്റെ പ്രാക്ടിക്കൽ വശം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ അതിനോട് സ്യൂട്ടബിൾ ആയിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. സോ അതിനൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എങ്ങനെ പ്രോജക്റ്റ് ബ്രീഫ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്ത് വരെ കൊണ്ടുപോകേണ്ടത്. ഒരു ക്ലയന്റ് മീറ്റിംഗിൽ ഏർപ്പെട്ടതിന് ശേഷം പ്രോജക്ട് ബ്രീഫ് കിട്ടി, ആ റിക്വയർമെന്റ്സിന്റെ ബേസിസിൽ ഹൗ വി ഷുഡ് മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഡെവലപ്പിംഗ് ദ പ്ലാൻ. നമ്മൾ എങ്ങനെ പ്ലാൻ ഡെവലപ്പ് ചെയ്യണം, അതിന് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മുടെ കോൺസെപ്റ്റ്സ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം നോക്കണം. ഇനി അത് നമ്മൾ ക്ലയൻസിനെ പ്ലീസിങ് ആക്കാൻ വേണ്ടിയിട്ട് വി നോ സോഫ്റ്റ്വെയറിലൂടെ 3D മോഡലിംഗ് ഹെൽപ്സ് clients to visualize their projects before construction. കൺസ്ട്രക്ഷന് മുന്നേ ഒരു ക്ലയന്റിന് അവരുടെ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഈ 3D സോഫ്റ്റ്വെയർസ് തരുന്നത്. സോ ദാറ്റ് ഇസ് ആർ ഡ്യൂട്ടി ടു ലേൺ ദീസ് സോഫ്റ്റ്വെയർസ് പ്രോപ്പർലി സോ ദാറ്റ് വി കെൻ ക്ലിയർലി കൺവേ ആർ ഐഡിയാസ് ടുവേർഡ്സ് ദി ക്ലയൻസ്. ഓക്കെ, സോ അതിന് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കണം. ഇനി അതുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്, നമ്മൾ കംപ്ലീറ്റ് നല്ല രീതിയിൽ അക്കാഡമിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈസൻസ് കിട്ടും. പല ആൾക്കാരെ ലൈസൻസ് കിട്ടി നമ്മൾ സ്റ്റോറി ഇടുന്നു, വി കീപ് ഇറ്റ് അസൈഡ്. ലൈസൻസ് ഉണ്ടോ ചോദിച്ചാൽ യെസ്, ഐ എം എ ലൈസൻസ് ആർക്കിടെക്ട് ഓർ ഐ എം എ ലൈസൻസ് എഞ്ചിനീയർ. അതർ ദാൻ ദാറ്റ് വാട്ട് നെക്സ്റ്റ് അറിയില്ല. ആ ലൈസൻസ് നമ്മൾ കഷ്ടപ്പെട്ട് ഈ 5 years ആവട്ടെ 4 years ആവട്ടെ നമ്മൾ പഠിച്ച് നേടിയെടുക്കുന്ന ഒരു സാധനം, അതിനൊരു വാല്യൂ കൊണ്ടുവരേണ്ടതും ഇറ്റ്സ് അഗെയിൻ അവർ ഡ്യൂട്ടി. സോ ആ ലൈസൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സാധനമാണ് സബ്മിഷൻ, പ്ലാൻ സബ്മിഷൻ. നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണം. ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നതിന്റെ പെർമിറ്റ് എടുക്കണമെങ്കിൽ അതിന് സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ഉണ്ട്, അതാണ് സബ്മിഷൻ ഡ്രോയിങ്സ്. ഇനി അതും കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റേജ് എത്ര ആവും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്. സോ ദാറ്റ് ഇസ് കോൾഡ് എസ്റ്റിമേഷൻ. നമ്മൾ അതിന്റെ BOQ കാര്യങ്ങൾ എടുത്തിട്ട് ക്ലയന്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇതാണ് എസ്റ്റിമേറ്റഡ് എമൗണ്ട്. എന്നിട്ട് ആർക്കാണോ നമ്മൾ ഫീസിബിൾ ആയിട്ട് കൊട്ടേഷൻ തോന്നുന്നത് അവർക്ക് നമ്മൾ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് ഡിസൈനിങ് അല്ലെ. വെറും എക്സ്റ്റീരിയർ മൊത്തം സ്ട്രക്ചർ ബിൽഡ് ചെയ്യാണ്ട് ഇന്റീരിയർ ഡിസൈനിങ് ഇസ് വൺ വെരി പാഷനേറ്റ് ഫീൽഡ്. എവ്രിബഡി ഈസ് ബിഹൈൻഡ് ഇന്റീരിയർ ഡിസൈനിങ് അല്ലെ. ഏതൊരാൾക്കും ഇപ്പൊ ഡിസൈൻ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അവർ ഡിഗ്രി ചെയ്യുന്നത് വേറൊരു ഫീൽഡിലായിരിക്കാം, പക്ഷെ പിന്നീട് വരുന്ന ഡിസൈൻ ഫീൽഡിലായിരിക്കാം. ദാറ്റ് ഈസ് എ പാഷൻ. സോ ആ ഇന്റീരിയർ ഡിസൈനിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിന് വേറെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ഒരു പ്രോജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യേണ്ടത്, അതും എക്സിക്യൂട്ട് ചെയ്യാൻ സോഫ്റ്റ്വെയർസിനെ നമ്മൾ എങ്ങനെയാണ് അസിസ്റ്റൻസ് തേടേണ്ടത്, അത് നല്ല രീതിയിൽ എങ്ങനെ എക്സൽ ചെയ്യണം. സോ ഇന്റീരിയർ ഡിസൈനിങ് ഇസ് ഓൾസോ വൺ പാർട്ട് ഓഫ് ദിസ്. ഇനി ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതെന്ന് അറിയാം. കുറെ ഇന്റീരിയർ ഡിസൈൻ സ്റ്റുഡൻസ്, ഐ നോ മെനി ഓഫ് ദം, ദേ ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ ദി സോഫ്റ്റ്വെയർസ്. അവർക്ക് സോഫ്റ്റ്വെയർസിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ വെൻ ദേ ആർ അപ്പോയിന്റഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്ട് ഓൺ സൈറ്റിൽ ആ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർക്ക് അറിയില്ല. ദേ ഓൺലി ഹാവ് വാട്ട് ദർ ഇസ് കോൾഡ് 3D എന്ന് പറയുന്ന സംഭവം ഉണ്ട്, പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. സോ ദർ കംസ് ദി
വർക്കിംഗ് ഡ്രോയിങ്സ്, ഇന്റീരിയർ വർക്കിംഗ് ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അടുത്ത സ്റ്റെപ്പ്. അത് നമ്മൾ കോൺട്രാക്ടേഴ്സിന് അല്ലെങ്കിൽ പണിക്കാർക്ക് നമ്മൾ ഹാൻഡ് ഓവർ, അവർക്ക് കൺവേ ചെയ്യണം. അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് ത്രൂ ഡ്രോയിങ്സ്. ക്ലയന്റിന്റെ ലാംഗ്വേജ് ആണ് ഡിസൈൻ 3D എന്ന് പറയുന്നത്. സോ ആസ് എൻ ആർക്കിടെക്ട് ഓർ ആസ് എൻ എഞ്ചിനീയർ ആൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം അല്ലെ. സോ ഇതിനൊക്കെ പ്രാക്ടിക്കലി എന്താണ്, ട്രെയിനിങ് വേണം. സോ ഇന്റീരിയർ ഡിസൈനിങ്, വർക്കിംഗ് ഡ്രോയിങ്സ് കാര്യങ്ങൾ വന്നു. ഇനി ഓവറോൾ പ്രോജക്റ്റിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? പ്രോജക്ട് മാനേജ്മെന്റ്. ഇഫ് എ പേഴ്സൺ ഇസ് വെരി ഗുഡ് ഇനഫ് ഇൻ സോഫ്റ്റ്വെയർസ്, ഹി ഈസ് ഏബിൾ ടു ഡു ഗുഡ് സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ബട്ട് നോട്ട് ഏബിൾ ടു കോർഡിനേറ്റ് വിത്ത് ദ ടീം. ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയോ അല്ലേ? ടീം വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും എഫിഷ്യൻസി ഉണ്ടാവണം, എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ടാവണം. സോ ഇത് അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് അടങ്ങിയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ പറയുന്ന ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഡിസൈൻ ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം, അത് ഈ റെസിഡൻഷ്യൽ ഓക്യുപ്പൻസിയും കമേഴ്ഷ്യൽ ഓക്യുപ്പൻസി എന്ന രണ്ട് കാറ്റഗറി, എല്ലാവർക്കും കിട്ടുന്ന വർക്ക് സൈറ്റിലെ രണ്ട് കാറ്റഗറി ഓഫ് പ്രോജക്ട്സിലൂടെ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകുന്ന ഒരു കോഴ്സാണ് മാസ്റ്ററിംഗ് ഡിസൈൻ ആൻഡ് ബിം. ഇതോടൊപ്പം തന്നെ ഹൈ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ AEC അഡ്വാൻസ്മെന്റിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് ബിം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഏതൊരാൾക്കും ബിം റെവിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ജോബ്. പക്ഷെ അത് വെറുതെ പഠിക്കല്ല കേട്ടോ. കറക്റ്റ് എന്താണ് സോഫ്റ്റ്വെയർ, അതിൽ എങ്ങനെയാ പ്രോജക്റ്റ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. നോർമലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന, വി ഗോ ടു സെന്റേഴ്സ് വേർ ദേ ടീച്ച് സോഫ്റ്റ്വെയർസ്, ബട്ട് വി ഗെറ്റ് ഓൺലി സോഫ്റ്റ്വെയർ നോളജ്. നമുക്ക് സോഫ്റ്റ്വെയർ നോളജ് കിട്ടുന്നുള്ളൂ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കോളേജിൽ ഒരു റെസിഡൻസ് ഡിസൈൻ ചെയ്യാൻ തന്നെ നമ്മൾ റെസിഡൻസ് ഡിസൈൻ ചെയ്യുന്നു. വി ഹാവ് സെക്ഷൻ, വി ഹാവ് എലിവേഷൻ, വി ഹാവ് ഗുഡ് സെറ്റ് ഓഫ് ഡ്രോയിങ്സ് വിത്ത് അസ്. പക്ഷെ അതേ സാധനം നമ്മളോട് സൈറ്റിൽ കൊണ്ടുപോയി ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് കോൺഫിഡന്റ് ആണോ ആ സാധനം വെച്ച് പോവാൻ? അല്ല. അതെന്തുകൊണ്ടാ? വി ഡസൻ നോ ദ ഫുൾ നോളജ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അപ്പൊ അതേപോലെ തന്നെ ഈ ബിം, റെവിറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ ലൈവ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ബാക്കി സോഫ്റ്റ്വെയർസിനെക്കാളും മുന്നിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഇത് കൂടാണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ കരിയറിലുള്ള മെയിൻ ചാലഞ്ചിങ് കാര്യം, ഞാനും കുറെ പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം എന്തുകൊണ്ടാ ഇങ്ങനെയെന്നുള്ളത്. കാരണം നമ്മൾ 5 കൊല്ലം 4 കൊല്ലം പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ അവിടുന്ന് പഠിച്ച്, ഇനി അതല്ല നമ്മൾ കോൺഫിഡന്റ് അല്ല, നമ്മൾ സോഫ്റ്റ്വെയർസ് കുറെ പഠിക്കാൻ പോകുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടത് നമ്മൾ എന്ത് ചെയ്തു എന്ന് കാണിക്കാൻ ഒരു പോർട്ട്ഫോളിയോ ആണ്. ഏത് എക്സ്പീരിയൻസ് ഉള്ള ആളാവട്ടെ അല്ലെങ്കിൽ ഫ്രഷ് ഗ്രാജുവേറ്റ് ആവട്ടെ, ഈ ഒരു ഫീൽഡിൽ ഇഫ് ദേ ഹാവ് എ വെരി ഗുഡ് പോർട്ട്ഫോളിയോ ഓൺലി ദേ വിൽ ഗെറ്റ് എ ചാൻസ് ഫോർ ദി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത് നല്ലൊരു പോർട്ട്ഫോളിയോ ഉള്ള ആൾക്ക് മാത്രമാണ്. അല്ലാണ്ട് ഞാൻ ഇന്ന കോളേജിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് യാതൊരു വാലിഡിറ്റിയും വരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് വിത്തൗട്ട് ജസ്റ്റ് മെനി സർട്ടിഫിക്കറ്റ്സ്, ആ വർക്ക്സ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ എം കോൺഫിഡന്റ് ഇനഫ് ഇൻ ഓൾ ദീസ് തിങ്സ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു പോർട്ട്ഫോളിയോ വേണം. അപ്പൊ നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ലാസ്റ്റിലേക്ക് ഈ 3 months ഈ പറയുന്ന എല്ലാ സെറ്റ് കാര്യങ്ങൾ, 2 ഒക്യുപ്പൻസിലായിട്ട് ചെയ്യുന്ന ഈ എല്ലാ സെറ്റ് കാര്യങ്ങൾ അവരെ കൊണ്ട് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യിക്കാം. അതിനെങ്ങനെയാണ് നല്ലൊരു ഗുഡ് പോർട്ട്ഫോളിയോ ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള ഡിസൈൻ കൺസൾട്ടന്റ് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബാച്ച് കഴിഞ്ഞു. സെക്കൻഡ് ബാച്ച് ഇസ് അബൌട്ട് ടു കംപ്ലീറ്റ്. ഇനി തേർഡ് ബാച്ചിലേക്ക് ഇതുപോലെ ആസ്പയറിംഗ് ആയിട്ട് ശരിക്കും ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഐ നീഡ് ടു ഗ്രോ അലോങ് വിത്ത് ദീസ് അഡ്വാൻസ്മെന്റ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഓപ്പൺ ഔട്ട് ചെയ്യുന്ന ഒരു അപ്കമിങ് ബാച്ച് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ്, വെറുതെ കുറെ ലെക്ചർ ക്ലാസ്സോ കാര്യങ്ങളോ അല്ല. അവരെ കൊണ്ട് അവിടെ നമ്മുടെ ഓഫീസ്, നമുക്ക് ആക്നോവിന്റെ ഒരു ഓഫീസ് ഉണ്ട്, അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓഫീസ് എൻവയറമെന്റിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും. സെക്കൻഡ് തിങ്, നിങ്ങളുടെ കൊളാബ്, നിങ്ങൾ ഓരോ ആൾക്കാരായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ സ്കിൽസ് അവിടെ ഡെവലപ്പ് ആവാണ്. അങ്ങനെ ആ ഫിസിക്കലി ഹൗ യു ഷുഡ് ഡെവലപ്പ്, അല്ലെങ്കിൽ മെന്റലി എങ്ങനെ ഒരു ഓഫീസ് എൻവയറമെന്റ് നിങ്ങൾ അഡാപ്റ്റ് ആവണം, അതുകൂടാണ്ട് എങ്ങനെ നിങ്ങളുടെ കരിയറിനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള
I personally believe this is a very good training program. ഞാൻ ഇതിന്റെ പാട്ടായതുകൊണ്ട് പറയല്ല, പക്ഷെ I personally as a ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്ന പേഴ്സണലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. സോ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇത്. സോ ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അല്ലെ, പക്ഷെ ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻ റിയാലിറ്റി ഈ ഫീൽഡില് സ്റ്റുഡൻസോ ട്രെയിനീസോ അവര് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവര് കുറച്ച് കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നത് കൊണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീം ഹെഡ്സിനോ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയേഴ്സിനോ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സ്കെയിൽ കമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, ലാർജ് സ്കെയിൽ എല്ലാ രീതിയിലുള്ള പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പ്രോജക്ട് കോർഡിനേറ്റർ ആയിട്ടുള്ള സുശാന്ത് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഹി ഈസ് വെൽ ഇനഫ് ടു എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ്. സോ ഐ ഇൻവൈറ്റ് യു സുശാന്ത് സർ. സുശാന്ത് സർ അൺമ്യൂട്ട് ചെയ്യോ? ഹായ് നേഹ, ക്ലിയർ ആണോ? ഹായ് ഹായ്, യെസ് യു ആർ ഓഡിബിൾ. എല്ലാവർക്കും വോയിസ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സോ എനിക്ക് മച്ച്. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, എന്റെ പേര് സുശാന്ത്. ഞാൻ പ്രശാന്ത് അസോസിയേറ്റിൽ ഒരു 17 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശാന്ത് അസോസിയേറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു എല്ലാ യൂട്ടിലിറ്റി ടൈപ്പ് ബിൽഡിങ്സും ഡിസൈൻ ചെയ്യുന്ന ഒരു ഫേമാണ് പ്രശാന്ത് അസോസിയേറ്റ്സ്. ഒരു 40 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ. അവിടെ അപ്പാർട്ട്മെന്റ്സ് ചെയ്യുന്നുണ്ട്, മാൾ, കമേഴ്ഷ്യൽ ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഹോട്ടൽ, അർബൻ പ്രൊജക്ട്സ്, റിസോർട്സ്, തിയേറ്റർ, മൾട്ടിപ്ലെക്സ്, അങ്ങനെ വേണ്ട എല്ലാ പ്രൊജക്ട്സും, ഒരു മാർക്കറ്റിൽ ഉണ്ടാവേണ്ട എല്ലാ പ്രൊജക്ട്സും നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു അസോസിയേറ്റ് ഫേം തന്നെയാണ് ഈ അക്നോവ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക് ഓഫീസുകളിലേക്കാണെങ്കിലും ഒരു സ്റ്റാഫിനെ റിക്വയർമെന്റ് ചെയ്യുന്ന സമയങ്ങളിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ചിലപ്പം ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ്, അതായത് നമുക്ക് ഓഫീസിൽ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പിള്ളേരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ സിമ്പിൾ ആയിട്ട് പറയും, അവർ ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ റെസിഡൻസ് ബിൽഡിംഗ് മാത്രമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ഓഫീസ് പോലത്തെ ഒരു സ്ഥലത്ത് എല്ലാ ടൈപ്സും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് വാല്യൂ ഉണ്ടാവുക. സോ അങ്ങനത്തെ ഏതൊരു ആളുകൾക്കും ബേസ് ചെയ്യുന്ന ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ കോഴ്സ് കൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താ ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഈ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് നിങ്ങൾക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ക്ലയന്റ് നിങ്ങളത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്കറിയോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ പ്രൊജക്ട് സൈറ്റ് വിസിറ്റിംഗ് ചെയ്യണം. അവിടെ എന്തെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യണം ഒരു പ്രൊജക്ടിലേക്ക് വരുന്ന സമയത്ത്, സൈറ്റ് വിസിറ്റിംഗ്, അതിന്റെ സോയിൽ കണ്ടീഷൻസ്, അതിന്റെ അതുപോലെ ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോകാനുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് പോലെ തന്നെ നിങ്ങൾക്ക് തരും. ഒരു ലേ ഔട്ട് തന്നിട്ട് അതിലോട്ട് നിങ്ങൾക്ക് ഓരോ സെക്ഷൻസ്, സെറ്റ് ഔട്ടിങ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡിസൈനിങ്, അതിന്റെ സ്ട്രക്ചറൽ ഡിസൈനിങ്, MEP, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതിലേക്ക് വേണ്ട എല്ലാവിധ കൺസൾട്ടൻസിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഒരു കമേഴ്ഷ്യൽസ് എന്ത് റൂളിൽ ഏതൊക്കെ റൂൾ നോക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ആക്ച്വലി ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ് തരുന്നത്. അതായത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ആ പ്രൊജക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് കപ്പാസിറ്റി ആക്കി തരാം. അതാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലി നിങ്ങൾ ഒരു ഓഫീസ് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ റോൾ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത് വേറെ ആയിരിക്കും. നിങ്ങൾ അതിന്റെ സെക്ഷൻസ് മാത്രമായിരിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഇവിടെ ഈ കോഴ്സിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാ ഏരിയയിലേക്കും നമ്മൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ആക്കി കൊടുക്കുന്നതാണ് നമ്മൾ ഈ കോഴ്സിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുന്നത് സൈറ്റിൽ പോയിട്ട് പ്രാക്ടിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആക്കി തരുന്നുണ്ട്. ആ കമേഴ്ഷ്യൽ എന്തൊക്കെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ അവിടെ, അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഡിസ്കഷൻസ് ആണ് നമുക്ക് ഇതിൽ കൊടുക്കുന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ നേഹ. സുശാന്ത് സർ, ഒരു ക്വസ്റ്റ്യൻ ആസ് എ സ്റ്റുഡന്റ് എന്ന നിലയിൽ എല്ലാവരും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വയറീസ് ഉണ്ടായിരുന്നു.
ഈ ഓക്കെ. സൈറ്റിൽ വന്ന് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്, ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് പഠിക്കുന്നതും, നമ്മൾ ഓഫീസിൽ ഇരുന്ന് ഈ പറയുന്ന സെറ്റ് ഡ്രോയിങ്സ് ഡിസൈൻ ചെയ്യുന്നതും രണ്ടാണോ? അല്ലെങ്കിൽ എന്താ ബെനിഫിറ്റ് സൈറ്റിൽ വന്ന് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത്? ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും. പിന്നെ മോർ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അടുത്ത പ്രൊജക്ട്സിലേക്ക് നമുക്ക് അത് സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്കൊരു ഒരു സോയിൽ ഒരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഏറ്റവും നല്ലത് ഡ്രോയിങ് ചെയ്ത് ഡയറക്റ്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ആകുമ്പോൾ മോർ ബെനിഫിറ്റ് ആണ് ഏതൊരാൾക്കും ഉണ്ടാവുക. പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്ക് ആർക്കും അത് കിട്ടാറില്ല. ചില ആളുകൾക്ക് ഡ്രോയിങ് സെഷൻ മാത്രമാണെങ്കിൽ അത് മാത്രമേ ചെയ്യേണ്ടാവുള്ളൂ. അവർക്ക് ഒരു MEP നോക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. തിരിച്ച് നമ്മുടെ കോഴ്സിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരാളുടെ A to Z കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലോട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇനീഷ്യൽ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇഫ് യു ഹാവ് എനി ക്വയറീസ് യു ക്യാൻ ലീവ് ഇൻ ചാറ്റ് ബോക്സ്. സുശാന്ത് സാർ, ഞാൻ അരുണാണ്. പറയൂ. അപ്പൊ ഈ ക്ലാസ് ഏകദേശം എന്നാ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി നമ്മൾ ഈ കോഴ്സിന്റെ ബ്രീഫും ഔട്ട്ലൈൻ ഒക്കെ നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെഷൻ ഡീറ്റെയിൽ ഔട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഐ റിക്വസ്റ്റ് അരുൺ ടു വെയിറ്റ് ടിൽ ദി എൻഡ് ഓഫ് ദി സെഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സുശാന്ത് സർ. സോ ഇനി നെക്സ്റ്റ് ഈ ഒരു സെറ്റ് വെബിനാറിൽ കുറെ ഡിസൈൻ ആസ്പിറന്റ് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെഷനാണ് ഇന്റീരിയർ ഡിസൈൻ. എന്താണ് ആക്ച്വലി ഇന്റീരിയർ ഡിസൈനിങ്, അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം കാണുന്ന കുറെ കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ നമ്മൾ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കണം, അല്ലെ ആക്ച്വലി എന്താണ് സോഫ്റ്റ്വെയർസ് ഈ ഫീൽഡിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ തരാൻ വേണ്ടിയിട്ട് ഇന്റീരിയർ ഡിസൈനർ ഷെഫീഖ് സർ ഉണ്ട്. ഐ ഇൻവൈറ്റ് ഷെഫീഖ് സർ. ഹായ്, എൻ്റെ പേര് ഷെഫീഖ്. ഞാൻ പ്രശാന്ത് അസോസിയേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്താണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആർക്കിടെക്ട് നേഹയും നമ്മളെ സീനിയർ കോർഡിനേറ്റർ സുശാന്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം എല്ലാ പോയിന്റ്സും അവർ കവർ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നേഹ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാനൊന്ന് ഡീറ്റെയിൽ ആക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും നമുക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പഴയ പോലെയുള്ള ആ ഒരു രീതിയിലല്ല. നമുക്കിപ്പോൾ റെഫറൻസ് ആണെങ്കിലും നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് എന്നുള്ളത് ഡിസൈനിങ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെഫറൻസ് നമുക്ക് ഒരുപാട് പല രീതിയിലും അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ വെച്ച് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് പലർക്കും ഇഷ്യൂ ഉണ്ടാവുന്നത്. കാരണം ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ നമുക്കിപ്പോൾ ഇന്റീരിയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഇന്റേൺഷിപ്പിനായിട്ടും അല്ലാതെ കോഴ്സ് ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷവും നമുക്ക് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഒരു സ്റ്റാറ്റസ് നമുക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വർക്കിംഗ് ഡ്രോയിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്റീരിയർ വർക്കിംഗ് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് നല്ല അവയർനെസ് ഉണ്ടാവണം. കാരണം അതിൻ്റെ ഓരോ ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്യുമ്പോഴും അതിന് എന്ത് തിക്നെസ് വരുന്നുണ്ട്, ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണ്, ഏതൊക്കെ ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്, ഏതൊക്കെ എവിടെയൊക്കെ നമുക്ക് കൊടുക്കാം, നമ്മുടെ ഒരു വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് അധിക പേർക്കും അറിയാറില്ല. അപ്പോൾ നമുക്കൊരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഉണ്ടാവണം. അപ്പം നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസ് നേഹ പറഞ്ഞു. അതിൽ ഒരു മെയിൻ പാർട്ടാണ് നമ്മുടെ മെറ്റീരിയൽ സ്റ്റഡി എന്ന് പറയുന്നത്. മെറ്റീരിയൽ സ്റ്റഡി നമ്മൾ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഷോറൂമിൽ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് അവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുകൂടാതെ നമുക്ക് ഇവിടെ തന്നെ ഒരു ക്ലാസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇന്റീരിയർ യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും നമ്മളിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ നമ്മൾ തരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത്
MEPയുടെ പലർക്കും ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യാൻ അറിയാത്ത പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്ലംബിംഗ് ഡീറ്റെയിൽസ്, ബാക്കിയുള്ള അങ്ങനെയുള്ള MEP സെക്ഷനിലേക്ക് പലർക്കും അറിയില്ല. അപ്പം നമ്മൾ MEPയുടെ ക്ലാസ്സും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു ആർക്കിടെക്റ്റ് എങ്ങനെയാണ് നമ്മൾ, അതായത് ഇതിനൊക്കെ കൺസൾട്ടൻസ് ഉണ്ടാവും, പക്ഷേ നമ്മൾ ഒരു പരിധി വരെ എല്ലാ പ്രോജക്ട്സിലും നമ്മൾ ഇലക്ട്രിക്കലൊക്കെ നമ്മൾ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെ ഡ്രോ ചെയ്യുന്നു, അതിന് ഏതൊക്കെ ഫോർമാറ്റാണ്, ഇലക്ട്രിക്കലിൻ്റെ ബേസിക് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ നമുക്ക് പ്ലാനിങ്, ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസിനെ നമ്മളൊരു ഫങ്ഷണൽ സ്പേസ് ആക്കി മാറ്റുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ കേരള സിറ്റുവേഷനിൽ വാസ്തു ഒരു മെയിൻ പാർട്ടാണ്. അപ്പം നമ്മൾ വാസ്തു ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട്. നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. പല ക്ലയൻസും, മെജോറിറ്റി ക്ലയൻസും വാസ്തു ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇതിന് പ്ലാനിങ് സ്റ്റേജിലേക്ക് വാസ്തുവിന് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള കോൺസെപ്റ്റ്സ്, ഇൻറ്റീരിയറിൻ്റെ കോൺസെപ്റ്റ്സ്, അല്ലാതെ ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ്സ്, എല്ലാം സ്റ്റൈലുകൾ, ഏതൊക്കെ ടൈപ്പ് സ്റ്റൈലുകളുണ്ട്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, പിന്നെ അത് കൂടാതെ നമുക്ക് ഇൻറ്ററാക്റ്റീവ് സെഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവർക്കുള്ള എന്ത് കാര്യം, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും സജഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും കൺസേൺസ് ആണെങ്കിലും എന്തും നമുക്ക് ഷെയർ ചെയ്തിട്ട് അതിനൊക്കെ ക്ലാരിറ്റി വരുത്താനുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷനും നമ്മൾ ഈ കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ചോദിച്ചാൽ മതി. Okay. Thank you so much, Shafiq sir. So actually ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്ന ഇറ്റ്സ് പ്ലേ ഓഫ് മെറ്റീരിയൽസ്. നമ്മുടെ എല്ലാ സെൻസസും നമ്മൾ ഉപയോഗിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. സോ അത് നല്ല രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് നോളജ് വേണ്ടത്, ഡ്രോയിങ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം താങ്ക്സ് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് BIM ആൻഡ് Revit അല്ലെ. നമ്മൾ കുറെ ഇപ്പൊ എവിടെ നോക്കിയാലും സോഫ്റ്റ്വെയർസിൽ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്ന ഒരു സാധനമാണ് BIM Revit എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അഡ്വാൻസ്മെന്റിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും അത് തന്നെയായിരുന്നു. സോ എന്താണ് ആക്ച്വലി BIM ആൻഡ് Revit? രണ്ട് സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണോ? എന്താ ആക്ച്വലി ഈ പറയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യം തന്നെയാണോ, അല്ലെങ്കിൽ കുറെ വെറുതെ സോഫ്റ്റ്വെയറിനെ പ്രൊമോട്ട് ചെയ്യാണോ? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ഇനി അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണ്? ജസ്റ്റ് സോഫ്റ്റ്വെയർ ബേസിക്സ് അറിഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേറ്റീവ് ഒരു സെഷൻ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ BIM മോഡലർ, ആക്നോവ ടീമിന്റെ BIM മോഡലർ നവാസ് സർ ഉണ്ട്. സോ ഐ ഇൻവൈറ്റ് നവാസ് സർ ടു ഹാൻഡ് ഓവർ ദിസ് സെഷൻ. താങ്ക് യു നെഹ. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം, നമുക്കൊരു BIM എന്ന് വെച്ചാൽ ഒരു കോൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ പലരും ചോദിക്കാവുന്ന ഒരു ഡൗട്ടാണ്, സർ ഇവിടെ BIM-ന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം. നോർമലി നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, BIM ഈസ് ആക്ച്വലി എ കോൺസെപ്റ്റ്. അതിനുള്ളിൽ വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് Revit എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ദ BIM ഈസ് ഇൻഡസ്ട്രി ഈസ് ഇവോൾവിംഗ്. ഇപ്പൊ നമുക്ക് ഒരു BIM എങ്ങനെയാണ് ഇൻഡസ്ട്രി ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ നേരത്തെ നേഹ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത് BIM ആണ്. അത് എങ്ങനെയാണ് BIM എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോർമലി എല്ലാവരും കേട്ട് പരിചയമാണ് BIM എല്ലാവരും യൂസ് ചെയ്യുന്നുള്ളത്. പക്ഷെ എന്താണ് ആക്ച്വലി BIM-ൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ BIM യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BIM പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട്, മറ്റുള്ളവരിൽ നിന്നും ഞാൻ എത്രത്തോളം അത് എന്നെ വ്യത്യസ്തമായിട്ട് കാണിക്കും, അതേപോലെ തന്നെ ജോബിന്റെ നമ്മൾ പോകുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നും നമ്മൾ എന്താണ് വ്യത്യസ്തമായിട്ട് ഉണ്ടാവുക, ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്ത് ക്വാളിറ്റീസ് ആയിരിക്കും എക്സ്ട്രാ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഓക്കെ, സോ ഹൗ ഈസ് BIM ഡിഫറെന്റ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് എൻഹാൻസ് ദി പ്രോജക്ട് ഫ്ലോ? നോർമലി ഇപ്പൊ ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നോർമലി ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു എക്സ്റ്റേണൽ റെഫറൻസ് യൂസ് ചെയ്തിട്ട് ഓട്ടോക്കേഡിലായിരുന്നു വർക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഡിഫറെന്റ് ഡിസിപ്ലിനിലുള്ള വർക്ക്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഡിസിപ്ലിനിലുള്ള വർക്ക്സുകൾ ഉണ്ട്, നോർമലി നമ്മളത് പ്രൊജക്ട് ഫ്ലോ, അല്ലെങ്കിൽ നമ്മളതിന്റെ പ്രൊജക്ടിനെ ഫ്ലോ ചെയ്യാറുള്ള എക്സ്റ്റേണൽ റെഫറൻസ് യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സുകൾ നമുക്ക് അതിൽ ആഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പൊ നമുക്ക് റെവിറ്റ് വന്നതുകൊണ്ട് തന്നെ ഈ BIM-ല് അല്ലെങ്കിൽ BIM-ൽ വരുന്ന ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലൗഡ് നമുക്ക് പറയുന്നത് കേട്ട് പരിചയം ഉണ്ടാവും പലർക്കും. BIM 360 അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ എല്ലാവരും കേട്ട് പരിചയം ഉണ്ടാവും.
ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി നമുക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ, സോ ആസ് എ ബിം മോഡലർ നമുക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് നമുക്കൊരു ക്ലൗഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രശാന്തിന്റെ അല്ലെങ്കിൽ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ പേര് ടൈറ്റിൽ ഉണ്ടാവും. നമുക്ക് ആ ഒരു ടൈറ്റിൽ നിന്നും നമുക്ക് ആ ഒരു ക്ലൗഡിൽ ഉണ്ടാവും അതിന്റെ ഒരു ഫയൽ ഉണ്ടാവും. അതിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതിൽ ഒത്തിരി ഡിസിപ്ലിൻസുകൾ ഉണ്ടാവും. അതിൽ നമ്മുടെ ആർക്കിടെക്ട്സ് ഉണ്ടാവും, ഇന്റീരിയേഴ്സ് ഉണ്ടാവും, ദെൻ അതേപോലെ തന്നെ സ്ട്രക്ചേഴ്സ്, MEP തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ്, അങ്ങനെ പല ഡിസിപ്ലിൻസുകൾ അതിൽ വരുന്നുണ്ട്. സോ ആസ് എ ഒരു റെവിറ്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ബിം മോഡലർ ആണെന്നുണ്ടെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട പല ഡിസിപ്ലിൻസുകളുണ്ട്. വെറും നമുക്കൊരു റെവിറ്റ് അറിയുന്ന നേരത്തെ സർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഡിസൈനിങ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ നമുക്ക് പല ഡിസിപ്ലിനിൽ വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ, അല്ലെങ്കിൽ ആ ഡിസിപ്ലിനിലൊക്കെ ഉണ്ടാവും നമ്മൾ. അപ്പൊ ഇതില് ബിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി ഒരു കൊളാബറേഷൻ ആണ്. നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൗഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ക്ലൗഡ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഒരു ഫയൽ ഉണ്ടാവും, അതിൽ ഒരുപാട് വർക്ക് സെറ്റ്സുകൾ, അതായത് വർക്കിംഗ് പീപ്പിൾസുകൾ ഉണ്ടാവും. ഇവർക്കെല്ലാം നമുക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ട് അതിൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും വാക്ക് ത്രൂ ആനിമേഷൻസ് ഒക്കെ ചെയ്തതിനു ശേഷം ഇതിൽ MEP-കാർ വന്നിട്ട് എന്ത് ചെയ്യും, ഈ സെയിം ഫയലിൽ തന്നെ ആയിരിക്കും ഇവർ വർക്ക് ചെയ്യുക. ഇതെല്ലാം ഒരുമിച്ച് ലാസ്റ്റ് ഒരു ഫയൽ ആക്കി കൊണ്ടുവരും. അതാണ് കൊളാബറേറ്റീവ് ഡിസൈൻ, ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് യൂസിങ് സെയിം 3D മോഡൽ ഇൻ ഷെയർഡ് വിർച്വൽ ഡാറ്റാബേസ്. ഒരു ഷെയർഡ് ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബിം ഓവർ CAD? ഇപ്പൊ നോർമലി നമ്മൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് CAD. പലരും വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ പോലും എല്ലാവരും CAD-ലാണ് ഇതിലേക്ക് വർക്ക് ചെയ്യുന്നത്. സോ വൈ കമ്പനീസ് ആർ സ്വിച്ചിങ് ഇൻ ടു ബിം? എന്തിനാണ് ബിമ്മിലോട്ട് നമ്മൾ മാറുന്നത് എന്നുള്ളതാണ്. സി നമുക്കൊരു ഡാറ്റ പ്രകാരം, അനലൈസ് പ്രകാരം അവർ പറയുന്നത് നമുക്കൊരു 82% ബിം യൂസേഴ്സ് അച്ചീവ്ഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ 25% ഹാവ് ഇംപ്രൂവ് ലാബൽ പ്രൊഡക്ടിവിറ്റി. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു CAD-ൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലാന്, സെക്ഷൻ, എലിവേഷൻ എല്ലാം നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അത് ബിം പ്ലാനിലോട്ട് അല്ലെങ്കിൽ ബിം കോൺസെപ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് ഡിസൈനിങ് സ്കെച്ചപ്പ് യൂസ് ചെയ്ത് അതിനുശേഷം അതിലൊരു റെവിറ്റിലോട്ട് പോയി അതിൽ നിന്ന് നമ്മൾ ഡോക്യുമെന്റേഷൻ എടുത്ത് അതിൽ തന്നെ നമ്മൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ തന്നെ ചെയ്യുന്ന ഉടനെ നമുക്ക് ഒരുപാട് ടൈം കുറഞ്ഞു കിട്ടുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പിക്ചറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3D മോഡലിന് അതിന്റെ എലിവേഷൻ, സെക്ഷൻ ഇതെല്ലാം ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് കിട്ടും. പക്ഷെ അതിന് മുന്നേ സെറ്റ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഡാറ്റകൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ്, അതായത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതിൽ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഇൻഫർമേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഒരു ബിമ്മിൽ ഒരു മോഡല് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്ലാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ നമുക്ക് ഓഫ്സെറ്റ് ഓട്ടോക്കിലാണെങ്കിൽ നിങ്ങൾ ഓഫ്സെറ്റ് എല്ലാം ചെയ്യുന്നുണ്ടാവും. ഈവൻ അത് ഓഫ്സെറ്റ് പോലും നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വാൾ എന്ന് പറയുന്ന ഒരു ടൂള് നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ വാൾ നമ്മൾ ഓട്ടോമാറ്റിക് മീൻസ് അതിന്റെ ഹൈറ്റും കാര്യങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഏത് ടൈപ്പ് ഓഫ് വാൾ ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2D വർക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിന്റെ 3D കൂടിയും ജനറേറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ബിമ്മിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ അതിന്റെ ഒരു എലിവേഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് 4 എലിവേഷൻസ് സൈഡുകൾ ഉണ്ടാവും. പ്രൊജക്ട് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് എന്തുണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ പോയി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എലിവേഷൻ, നിങ്ങൾക്ക് ഏത് എലിവേഷൻ ആണോ വേണ്ടത് ഒരു ക്ലിക്കിൽ നമുക്ക് ആ ഒരു എലിവേഷൻ കിട്ടും. അതുപോലെ തന്നെ സെക്ഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും സെക്ഷനും ഇതുപോലെ തന്നെ നമുക്ക് ഒരു സെക്ഷൻ എന്ന് പറയുന്ന ടൂള് തന്നെ അവിടെ വരുന്നുണ്ട്. ആ ടൂള് നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ സെക്ഷൻസ് ഏറ്റവും നമുക്ക് ടഫസ്റ്റ് ആയിട്ട് വരുന്ന ടൈം നമുക്ക് ഒത്തിരി പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ബിം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുമ്പോൾ അത്രയും ടൈം നമുക്ക് വരുന്നോണ്ട് തന്നെ 25% ഹാവ് ഇംപ്രൂവ് ദി ലേബർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു നമുക്കൊരു ടൈം സേവിങ് ചാർട്ടാണ്. ആസ് എ ഒരു സ്കീമാറ്റിക് ഡിസൈൻ, ഒരു CAD-ൽ വർക്ക് ചെയ്യുന്ന ഒരാളും ബിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും നമുക്ക് സ്റ്റുഡൻസ് ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവര് ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓട്ടോക്കേഡ് റെവിറ്റിലോട്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവർ പറയുന്ന മെയിൻ റിവ്യൂ അല്ലെങ്കിൽ മെയിൻ ഫീഡ്ബാക്ക്. അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടൈം ഒരുപാട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ അവിടുത്തെ റീസൺ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു CAD-ൽ നമ്മൾ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബിമ്മിലോട്ട് വരുമ്പോൾ 90 hours മാറാൻ മെയിൻ കാരണം വെച്ചാൽ ഈ കാര്യം തന്നെയാണ്. അതായത് സെക്ഷൻ, എലിവേഷൻ എല്ലാം ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് കിട്ടുകയാണ്.
അതുകൊണ്ടാണ് നമുക്ക് ടൈം സേവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡെഡ് ലൈനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് എപ്പോഴാണ് ഡെഡ് ലൈൻ വെച്ചിട്ടുള്ളത് ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം നമുക്ക് സേവ് ചെയ്ത് അതിൽ പ്രൊജക്ട് വെക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ബിമ്മില് നോർമലി ഒരു ആർക്കിടെക്ട് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ദെൻ അതേപോലെ തന്നെ മിക്സഡ് യൂസ്, ഇതിൽ തന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ മെറ്റീരിയൽ സ്റ്റഡിക്ക് നിങ്ങൾക്ക് ഷോപ്പിൽ പോകുന്നുണ്ട്, സൈറ്റ് വിസിറ്റിനായിട്ട് നിങ്ങൾ സൈറ്റ് വിസിറ്റ് ഉണ്ട്. ഇപ്പൊ ഇന്നലെ നമുക്കൊരു നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ സൈറ്റ് വിസിറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സൈറ്റ് വിസിറ്റിലായിരുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഡാറ്റകൾ അവർക്ക് കിട്ടി, അവരുടെ സംശയങ്ങളെല്ലാം അവിടെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആയ ട്രെയിനേഴ്സ് തന്നെ പറഞ്ഞു കൊടുത്തോണ്ട് അവിടെ തന്നെ മാക്സിമം അവരുടെ ഡൗട്ട്സുകളെല്ലാം അവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോരാണ് നമ്മൾ ചെയ്യുന്നത്. സൈറ്റിൽ തന്നെ നമ്മൾ പ്ലാൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു നമുക്ക് ഈ ഒരു ബിമ്മിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് പല ഡിസിപ്ലിൻസുകളാണ്, ഡയമെൻഷൻസുകളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ഡിസിപ്ലിൻ ആണ് നമുക്ക് വരുന്ന 2D ഡയമെൻഷൻ, 2D എന്ന് പറയുന്നത്. ഓക്കെ, സോറി നവാസ് സർ ടു ഇന്ററപ്റ്റ്, ഒന്ന് ഇത് ഫുൾ സ്ക്രീൻ ആക്കാൻ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. Okay, sorry. Okay. Is it okay? No? Yes. Yeah. Okay. Sorry. Okay. So 2D ഡ്രാഫ്റ്റിംഗിൽ നമുക്ക് പ്ലാൻ, അതായത് നമ്മളിപ്പോൾ ഓട്ടോക്കിൽ ചെയ്യുന്ന തന്നെ നമുക്ക് റെവിറ്റിൽ വരികയാണെങ്കിൽ നോർമലി ഒരു വർക്ക് ഫ്ലോ ഉണ്ടാവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഡിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവും, അത് റെവിറ്റിലോട്ട് വരുന്ന സമയത്ത്, ബിമ്മിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു ഫയൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് അതിന് മേൽ കൂടെ വർക്ക് ചെയ്യാൻ ലിങ്ക് ചെയ്ത് അതിന് മേലെ ഓവർലേ ചെയ്ത് വർക്ക് ചെയ്യാണ് ചെയ്യാറുള്ളത്. അതിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ എലിവേഷൻ, സെക്ഷൻ, ദെൻ അതേപോലെ തന്നെ ഷീറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന് 2D ഡ്രാഫ്റ്റിംഗിൽ ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു അതിന് 3Dയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്, ഒരു ബിമ്മിലുള്ള അപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. 3D ഡിസൈനിങ്ങിൽ വരുന്ന സമയത്ത് 3D വ്യൂസ്, അതായത് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 3D ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ റെൻഡറിങ്, വാക്ക് ത്രൂ ആൻഡ് ആനിമേഷൻസ്. ഈ ആനിമേഷൻ നമ്മൾ ചെയ്യാറുള്ളത് എൻസ്കേപ്പ് അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാവ്സ്വർക്സിൽ വ്യൂ ക്രിയേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഈ ആനിമേഷൻസ് എടുക്കുന്നത്. പക്ഷെ കൂടുതലായിട്ടും എൻസ്കേപ്പ് പോലുള്ള സോഫ്റ്റ്വെയർസിലാണ് ചെയ്യാറുള്ളത്. അപ്പൊ 3D റെൻഡറിങ്, വാക്ക് ത്രൂ എല്ലാം നമുക്ക് ഈവൻ നമുക്ക് റെവിറ്റിൽ തന്നെ നമുക്കത് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ റെൻഡറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡേ വ്യൂസും അതുപോലെ തന്നെ നൈറ്റ് വ്യൂസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെവിറ്റിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ കമ്മിങ് ടു 4D. ഒരു 4D എന്ന് പറയുമ്പോൾ പ്രൊജക്ട് മാനേജ്, നേരത്തെ നേഹ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഒരു ആവശ്യകത ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമുക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള നാവിസ്വർക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതായത് നിങ്ങളൊരു ഓട്ടോക്കേഡ്, ദെൻ അതേപോലെ തന്നെ റെവിറ്റ്, ഈ റെവിറ്റിന് ശേഷം നമ്മൾ നാവിസ്വർക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലോട്ടാണ് നമ്മൾ പോവുക. അതായത് നാവിസ്വർക്സിൽ ലാസ്റ്റ് ഇപ്പൊ ചെയ്തൊരു പ്രൊജക്റ്റിൽ, ഇപ്പൊ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, സൗദി ബേസ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ. അപ്പൊ അതിൽ നമുക്ക് ഏകദേശം 5000+ ക്ലാഷസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് റിസോൾവ് ചെയ്യാനും നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന നാവിസ്വർക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു. കാരണം വെച്ചാൽ ഒരു സൈറ്റിലോട്ട് വരുന്നതിന് മുന്നേ ഒരു 50% നമുക്ക് ക്ലാഷസ്, 50% അല്ല, ഒരു 99% നമുക്ക് ക്ലാഷസ് ഇവിടെ തന്നെ റിസോൾവ് ചെയ്തിട്ട് സൈറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ടൈമിന്റെ ഷെഡ്യൂൾസും കാര്യങ്ങളെല്ലാം അതിൽ ചെയ്യുന്നുണ്ട്. ടൈം ലീനിയർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് നമുക്ക് അതിൽ. ദെൻ അതേപോലെ തന്നെ കോസ്റ്റ്, അത് നമ്മൾ ക്വാണ്ടിഫിക്കേഷൻസ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ പിന്നെ നമുക്ക് അതിൽ വരുന്നതാണ് 7th ഡയമെൻഷൻ. ഇപ്പൊ 7th ഡയമെൻഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നേരത്തെ സാറ് പറഞ്ഞ പോലെ നിങ്ങളൊരു ആർക്കിടെക്ചർ കഴിഞ്ഞതിന് ശേഷം അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കഴിഞ്ഞ ശേഷം നാവിസ്വർക്സ് വരുന്നതിന് മുന്നേ അതിന്റെ കൂടെ നിങ്ങൾ MEPയും പഠിക്കുന്നുണ്ട്. MEP എന്ന് പറയുമ്പോൾ നമ്മളെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്ങിന്റെ ബേസിക്സും അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു എയർ ഫ്ലോ എങ്ങനെയാണ്, റെഫ്രിജറന്റ് സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ അതേപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസിന്റെ വർക്കിംഗ് ഫ്ലോസ് എങ്ങനെയാണ്, പവർ എങ്ങനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അതിൽ ഇലക്ട്രിക്കൽ ലേഔട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് 7th ഡയമെൻഷൻസിൽ വരുന്നുണ്ടാവുക. അവിടെയാണ് നമ്മൾ സാനിറ്റേഷൻ സിസ്റ്റം, ദെൻ കമ്മ്യൂണിക്കേഷൻസ്, MEP, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ഈ ഒരു 7th ഡയമെൻഷൻസിലാണ് നിങ്ങൾക്ക് അതിൽ വരാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് റെവിറ്റില് നിങ്ങളൊരു ജോബ് അല്ലെങ്കിൽ നിങ്ങളൊരു ജോബിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ യുവർ കരിയറിങ് നിങ്ങളൊരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ട്രെയിനിങ് കഴിയുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന ജോബ് ഓപ്പണിങ്സുകളാണ് നിങ്ങൾക്ക് തുറന്നിരിക്കുന്ന ഒരു ഓപ്പണിങ്സ് എന്ന് പറയുന്നത് ഒന്ന് ബിം മോഡലേഴ്സ് ആണ്. അപ്പോൾ ബിം മോഡലർ, ഞാനിപ്പോൾ അതിന് ബിം മോഡലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബിം ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ
ബിം നമ്മുടെ മാസ്റ്റർ ഇൻ ബിം ആൻഡ് ഡിസൈൻസ് എന്നാണ് നമുക്ക് അതിൽ വരുന്നത്. അതിന് കൂടെ തന്നെ ഡിസൈനിങ് പ്ലസ് മോഡലിംഗ് ആയിട്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങുക. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് പ്രോജക്ട് കോർഡിനേറ്റർ, ബിം കോർഡിനേറ്റർ, അത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമുക്ക് ഒരു 2 to 3 year എക്സ്പീരിയൻസ് നമുക്ക് വേണം. ദെൻ ബിം മാനേജേഴ്സ്, സ്പെഷ്യലിസ്റ്റ്, ബിം വിഷ്വലൈസർ, 3D വിഷ്വലൈസർ, ദെൻ ബിം ലീഡ്, ബിം സൊല്യൂഷൻ എക്സ്പേർട്സ്. ഈ ഒരു മേഖലയിലാണ് നിങ്ങളൊരു റോൾസ് ഉണ്ടാവുക. സോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡ്രാഫ്റ്റിംഗിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആളായിരിക്കില്ല നിങ്ങളൊരു ബിം പഠിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ബിം മോഡലിംഗും ഡിസൈനിങ്ങും കോർഡിനേറ്റർ ലെവലിലോട്ട് നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓക്കെ. Okay, thank you so much for that wonderful session. സോ ഐ ഹോപ്പ് ഈ വന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഈ ഒരു വെബിനാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫീൽഡിലാവട്ടെ, ഈ പറയുന്ന സോഫ്റ്റ്വെയറിലാവട്ടെ, നിങ്ങളുടെ എല്ലാ ക്വയറീസിനുള്ള ആൻസേഴ്സും സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. സോ നൗ ലെറ്റ്സ് പ്ലേ ദ ഗ്ലിംസ് ഓഫ് ദി ഓറിയന്റേഷൻ പ്രോഗ്രാം വി ഹാഡ് ഫോർ ദ റീസെന്റ് ബാച്ച്. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രസന്റേഷൻ വൈസ് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇതൊരു ഓഫീസ് എൻവയറമെന്റിലാണ് നടക്കുന്നത്, ഇൻഡിവിജ്വലി നമുക്ക് ഓരോരുത്തർ അസസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. സോ അത് വിഷ്വലി നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കാം കേട്ടോ. സോ നവാസ്, കെൻ യു ജസ്റ്റ് പ്ലീസ്? Yeah. സോ ആക്നോവ എന്ന് പറയുന്നത് മാസ്റ്ററിംഗ് ഡിസൈൻ ആൻഡ് ബിം കോഴ്സ്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. നമ്മുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആയിട്ടുള്ള പ്രശാന്ത് സർ ആണിത്. സർ ആയിട്ട് ഇന്ററാക്റ്റീവ് സെഷൻസ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് on very knowledgeable topics. We have senior architects, BIM team, everybody to assist, interact, provide valuable information to the students. ഇതിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, ഒരു ബ്രേക്ക് കരിയറിൽ വന്ന ആൾക്കാരുണ്ട്, സൂൺ ആഫ്റ്റർ അക്കാഡമിക് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇൻഡിവിജ്വലി അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയറമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ വി ഗിവ് ദം പ്രസന്റേഷൻസ്. എങ്ങനെയാ ഒരു പ്രോജക്റ്റ് നിങ്ങൾ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യേണ്ടത്, കാര്യങ്ങള്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമാണ് ആക്നോവ എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമി. ഇറ്റ്സ് എൻ അസോസിയേഷൻ വിത്ത് ദി പ്രശാന്ത് ആൻഡ് അസോസിയേറ്റ്സ് ആർക്കിടെക്ചർ ഫേം. സോ ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ, കുറെ ആൾക്കാർക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവും, കാര്യങ്ങൾ ഉണ്ടാവും. സോ നമ്മുടെ എല്ലാവരുടെ മൈൻഡിലൊരു കാര്യം, നമ്മൾ പഠിച്ചു, അക്കാഡമിക്സിൽ കുറച്ച് എക്സ്പെൻസ് വന്നു, നമ്മൾ ഇത്രയും ടൈം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു, ഇനിയും നമ്മൾ ഇതൊക്കെ പഠിക്കണം. നമ്മുടെ കരിയർ ഗ്രോത്തിനും നമ്മളുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു എഫേർട്ട് ഇടണം. സോ അതിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ചെറിയൊരു കാര്യമാവട്ടെ. ഓക്കെ, ഐ എം ജസ്റ്റ് അഡ്രസ്സിംഗ് ദ കൺസേൺ. ഐ കൻ സീ എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദി ചാറ്റ് box. Okay, so one thing what I would like to tell is that നമ്മൾ ഇപ്പം കുറെ എക്സ്പെൻസും കുറെ എഫേർട്ട് ഒക്കെ ഇട്ട് നമ്മളൊരു ഗ്രാജുവേറ്റ് ആയി. ഇനി നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ കയറുന്ന ട്രെയിനി ആയിട്ടോ അല്ലെങ്കിൽ ലെസ് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ആയിട്ടോ നമ്മളൊരു സ്ഥലത്ത് കയറുന്നത്. സോ നമ്മുടെ ഇട്ട എഫേർട്ടിനോ അല്ലെങ്കിൽ നമ്മള് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളോ നമുക്ക് എന്ത് കിട്ടുന്നില്ല, നമ്മളൊരു ജോബിന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. സോ അത് നമ്മൾക്ക് എന്ത് ചെയ്യണം, we want to mitigate that particular thing. അപ്പൊ അത് മാറ്റിക്കൊണ്ട് നമുക്ക് നല്ലൊരു സാലറി അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ ഒരു ഫേമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർസും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കണം. അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കാനും നമുക്കൊരു സെറ്റ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രോഗ്രാമിൽ എന്തായാലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ 3 months നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ആ ഒരു മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയോ ഡബിൾ ആയിട്ടാണ് റിട്ടേൺ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് തന്നെ എനിക്ക് ഇവിടെയും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിന് നിങ്ങൾ ഒരു ഗ്യാപ്പ് വന്നിട്ട് കയറുന്ന ആൾക്കാരാവട്ടെ, ഇനി വർക്കിംഗ് പ്രൊഫഷണൽസ് ഇന്ന ഭാഗത്ത് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് കൂട്ടണം, അല്ലെങ്കിൽ യു ഹാവ് ടു ബ്രഷ് യോർ സെൽഫ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കാറ്റഗറി. ഇനി അതുമല്ല, ഈ ഒരു ഫീൽഡിൽ പാഷനേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ എനിക്ക് ഈ ഒരു ഭാഗം പഠിക്കണം അല്ലെങ്കിൽ ഇതിൽ നോളജ് വേണം എന്നൊക്കെ കുറെ കോൺസെപ്റ്റ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. വി ആർ ഹാപ്പി to invite you all, and at the same time
ഓൾവേസ് ഏതൊരു കമ്പനി ആവട്ടെ ഏതൊരു ഫേം ആവട്ടെ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, എസ്പെഷ്യലി വി പ്രശാന്ത് ആൻഡ് അസോസിയേറ്റ്സ്, വി ഫോക്കസ് ഓൺ ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തൊരു ഫേം ആണ്. ദാറ്റ് വിത്ത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ബിക്കോസ് ഐ വാസ് എ ട്രെയിനി ഓവർ ദയർ ഡ്യൂറിങ് മൈ ജേർണി ഇൻ BIAC. അത് കഴിഞ്ഞിട്ട് ഐ ബീൻ വർക്കിംഗ് ദയർ സിൻസ് 3 years. സോ വി നെവർ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി. സോ നമ്മൾ ഈ കോഴ്സ് പ്രോഗ്രാമും കുറേ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത്, ബട്ട് it is limited to 30 seats. നമ്മൾ individually assist ചെയ്തിട്ട് all time you have a full-fledged of team with site engineers, project coordinators, architects, estimation team, draftsmen, അങ്ങനെ കുറേ സെറ്റ് ആൾക്കാരെ എപ്പോഴും നിങ്ങളുടെ റീച്ചിൽ ഉണ്ടായിരിക്കും. That is one assurance me as an architect working in this field I am telling to you all. So one thing which I would like to highlight again, നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ടൈം, എഫേർട്ട് ആൻഡ് ദ മണി, ഒബ്വിയസ്ലി നിങ്ങൾക്ക് 100% തിരിച്ച് എത്രയോ മടങ്ങ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, നമ്മൾ കുറെ പഠിക്കുന്നു, കുറെ നല്ല കോളേജിൽ കയറി അവിടെ കുറെ പഠിക്കുന്നു, കുറെ എക്സ്പെൻസ്, നമുക്കറിയാം ഈ ഫീൽഡൊക്കെ പഠിക്കാന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും അല്ലെ. സോ ആ ഒരു ടൈമും ഇതൊക്കെ കൊണ്ട് നമുക്ക് കിട്ടാത്തൊരു സാധനം നമ്മൾ 3 years എങ്കിലും വർക്ക് ചെയ്ത് എടുക്കണം. അതും നമ്മൾ കയറി പറ്റുന്ന ഒരു ഫേമിന്റെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോജക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ ഈ ഒരു സാധനം നിങ്ങൾക്ക് കുറഞ്ഞ പീരീഡോട് കൂടി തന്നെ എക്സ്പേർട്സ് ആയിട്ടും കംപ്ലീറ്റ് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടി നിങ്ങളെ തന്നെ നിങ്ങൾക്കൊന്ന് മോൾഡ് ചെയ്തെടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി കോൾ എവ്രിബഡി ഹു ഹാസ് ജോയിൻഡ് ഓവർ ഹിയർ ടു ജോയിൻ ദിസ് കോഴ്സ്. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്ത എല്ലാ വർക്ക്സും എന്ത് ചെയ്യും, പോർട്ട്ഫോളിയോ പോലെ ബിൽഡ് ചെയ്യിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ നിന്നല്ല, നിങ്ങൾക്ക് പുറത്ത് എവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി സീക്കുകയാണെങ്കിലും യു ഹാവ് സർട്ടൻ സെറ്റ് ഓഫ് തിങ്സ് ടു ഷോക്കേസ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. സോ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. സോ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നു, നമ്മൾ പ്രോമിസ് ചെയ്ത് ഈ എല്ലാ ആസ്പെക്ട്സും നിങ്ങൾക്ക് നമ്മൾ ആക്ച്വലി ഫുൾഫിൽ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കഴിഞ്ഞ 2 ബാച്ചസും സക്സസ്ഫുൾ ആണ്. അതിൽ ഫസ്റ്റ് പാസ് ഔട്ട് ബാച്ചിന് എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിൽ ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് നമ്മുടെ ഫേമിലേക്ക് തന്നെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, ആൻഡ് ഷീ ഈസ് വെരി ഗുഡ് ഇനഫ് നൗ വർക്കിംഗ് വിത്ത് വൺ ഓഫ് അവർ വെരി ക്ലോസ് ടീം. കമേഴ്ഷ്യൽ പ്രോജക്ട്സിൽ ആളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിന്റെ കൂടെ തന്നെ ഐ വുഡ് ലൈക്ക് ടു പ്രസന്റ് എ വീഡിയോ റിവ്യൂ ഓഫ് വൺ ഓഫ് ദ സ്റ്റുഡന്റ് who has completed BIAC and has joined our team recently. പ്രോഗ്രാമിനെ പറ്റി ഞാൻ അറിഞ്ഞത്. ഹായ്, എന്റെ പേര് ആദർശ് എന്നാണ്. ഞാൻ ഇപ്പൊ ഫ്രഷ്ലി ഗ്രാജുവേറ്റ് ആയ ഒരു ആർക്കിടെക്ട് ആണ്. സോ സ്റ്റഡിങ് ടൈമിലാണെങ്കിലും എന്റെ കോളേജിലെ പ്രോഗ്രാം ടൈമിലാണെങ്കിലും സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിലും സോഫ്റ്റ്വെയർ വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ നോളജ് എന്ന് പറയുന്നത് ഭയങ്കര കുറഞ്ഞ രീതിയിൽ പഠിച്ചു വരികയും അതിന് ഭയങ്കര ലാഗ് ചെയ്താണ് ഞാൻ മനസ്സിലാക്കി എടുക്കാനൊക്കെ തുടങ്ങിയത്. ഈവൻ ആഫ്റ്റർ ഗ്രാജുവേഷൻ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പ്രോജക്റ്റിലും അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്നാ BIM പഠിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്ത സമയത്താണ് ഞാൻ ആഗ്നോ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞതും ഞാൻ ഇവിടെ വന്ന് ചേർന്നത്. സോ ബേസിക്കലി ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് വളരെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ ജോയിനിങ് ആൻഡ് ഇപ്പോൾ ഏകദേശം 2 മാസം കഴിയുമ്പോൾ തന്നെ ആ ഒരു ബെനിഫിറ്റ് എനിക്ക് നല്ലോണം മനസ്സിലാകാൻ തുടങ്ങി. ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് കൂടുതൽ ഈ ഒരു ബെനിഫിറ്റ്സ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുന്നോട്ടുള്ള ഭാവിയിലുള്ള പ്രൊഫഷണൽ ലൈഫിലും കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ആഗ്നോ. ഓക്കെ, ദാറ്റ് വാസ് റിയലി എൻ ഓണസ്റ്റ് റിവ്യൂ കേട്ടോ. കാരണം ആളെ കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. ആദ്യം കയറുമ്പോൾ ആള് ഡൗട്ട്ഫുൾ ആയിരുന്നു, കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഫുൾഫിൽ ചെയ്യോ ഇല്ലേന്നൊക്കെ. നൗ ഈസ് ആക്ച്വലി വർക്കിംഗ് വെരി ഗുഡ്. ആ ഒരു ബാച്ച് ഇപ്പം സൂൺ എൻഡ് ആവാനായി. ആൻഡ് വി ആർ going to start a new batch. അപ്പം അതിലേക്കുള്ള ഒരു ചെറിയൊരു ഇൻട്രോ കൂടി ആയിരുന്നു. സോ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു ബ്രീഫ് ഔട്ട് 3 months പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും സിലബസ് ഒക്കെ നമുക്കൊരു നല്ലൊരു ഗുഡ് ടീം ഉണ്ട് കേട്ടോ. സെറ്റ് ഓഫ് ഡിസൈനേഴ്സ്, കൺസ്ട്രക്ഷൻ ടീം, BIM ടീം, അങ്ങനെ സെറ്റ് ഓഫ് ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ആണുള്ളത്. ആൻഡ് നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് BIM നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും.
ആക്നോവന്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അത് കൂടാണ്ട് നിങ്ങൾ ഈ 2 ഓക്യുപ്പൻസി, ഇത്രയും സോഫ്റ്റ്വെയർസ്, ഇത്രയും ടാസ്കുകൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ദിസ് ഇസ് ഓൾ വി ഹാവ് ടു ടെൽ യു ഓൾ. സോ നൗ ദി സെഷൻ ഇസ് ഓപ്പൺ ടുവേർഡ്സ് ദ പാർട്ടിസിപ്പൻസ്. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. Nawaz sir, can you just Yes. point out the doubts from the participants? Sure. So basically, ഇപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അരുൺ പ്രസാദ്, യൂസിങ് സ്റ്റാർട്ടിങ് ആൻ ഓഫീസ് ഇസ് ബിം ക്ലൗഡ് ഇസ് ഫ്രീ ഓർ വി ഹാവ് ടു പർച്ചേസ് ഇറ്റ്? നമുക്ക് ബിം ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു പർച്ചേസ് ചെയ്യാൻ വേണം, നമുക്ക് ലൈസൻസിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു റെവിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ നമുക്കൊരു 4 lakh പ്ലസ് ഒക്കെ ആണ് അതിൽ ഈവൻ നമുക്ക് പിന്നെ കമ്പനീസിലൊക്കെ വരുന്നുണ്ടാവാം. പക്ഷെ അതേപോലെ നമുക്ക് റെവിറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ബിം ക്ലൗഡിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഡ്രോപ്പ് ബോക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ക്ലൗഡ് ബേസ് ചെയ്തിട്ടല്ല, പക്ഷെ നമുക്കൊരു ഫയൽ ഉണ്ടാവും. നമുക്ക് നോർമലി ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്കുകളെല്ലാം ഒരു ഡ്രോപ്പ് ബോക്സ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഡ്രോപ്പ് ബോക്സിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുള്ളത്. പക്ഷെ ബിം ക്ലൗഡ് എന്ന് പറയുമ്പോൾ, കൺസ്ട്രക്ഷൻ ക്ലൗഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന വേണം, ലൈസൻസിൽ മാത്രമേ അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇവിടെ വൺ മോർ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ VR ഉം AR ഉം എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? VR അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഇല്ല, നമുക്കതിൽ VR ഉണ്ടാവില്ല. പിന്നെ VR നമ്മൾ അതിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു, എനിക്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ലൈഡിൽ കണ്ട പോലെ തോന്നുന്നു. ഓക്കെ, അത് അതിൽ വരുന്നില്ല. ഞാൻ അതിന്റെ ബിമ്മിൽ വരുന്ന ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ കോഴ്സിൽ അതിൽ വരുന്നില്ല നമുക്ക്. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഇസ് ദി 6th dimension? 6th dimension എന്ന് പറയുന്നത് നമുക്ക് സസ്റ്റൈനബിൾ സ്റ്റഡിയാണ്, അതായത് സോളാറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് അതിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ മെൻഷൻ ചെയ്യാണ്ടിരുന്നത്, നമ്മുടെ സ്ലൈഡിൽ മെൻഷൻ ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇറ്റ്സ് ബേസ്ഡ് ഓൺ നമ്മുടെ പിന്നെ സസ്റ്റൈനബിൾ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്കൊരു ഓട്ടോക്കേഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതിന്റെ സോളാറിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. നമുക്കതിൽ സസ്റ്റൈനബിൾ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ വരുന്നില്ല, നമ്മുടെ കോഴ്സിൽ അതിൽ വരുന്നില്ല. അതേപോലെ തന്നെ ബിം ഡിസൈനറും ബിം മോഡലറും രണ്ടും നമുക്ക് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന തന്നെയാണ്. പക്ഷേ ഡിസൈൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു MEP ഡിസൈനിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് അവര് കാൽക്കുലേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ബേസിക്കലി ബിം മോഡലർ നമുക്കൊരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ സിവിൽ മോഡൽ വരികയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്കൊരു മോഡലിംഗ് ചെയ്യുന്ന തന്നെ നമ്മുടെ ബിം ആയിട്ട് തന്നെയാണ് അതിൽ വരുന്നത്. ബിം റിലേറ്റ് ചെയ്തിട്ട് രണ്ടിലും സെയിം തന്നെയാണ്. ബട്ട് കമ്മിങ് ടു ഒരു MEP-ലോട്ടൊക്കെ വരികയാണെങ്കിൽ കൂടുതലായിട്ടും ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടാണ്, അതായത് കാൽക്കുലേഷൻ ഓറിയന്റഡ് ആയിട്ട് ബിം ഡിസൈനർ റോളിലോട്ടാണ് പോകാറുള്ളത്. അതേപോലെ ബിം മോഡലർ ആണെന്നുണ്ടെങ്കിൽ, ആർക്കിടെക്ട് ആണെന്നുണ്ടെങ്കിലും MEP ആണെങ്കിലൊക്കെ മോഡൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് കൂടുതലായിട്ടും ഡീറ്റെയിലിംഗ് മാക്സിമം ഉണ്ടാവില്ല, കുറവായിരിക്കും അതിൽ വരുന്നുണ്ടാവുക. പക്ഷേ ബിം മോഡലിംഗ് ആർക്കിടെക്റ്റിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഫസ്റ്റ് ടു എൻഡ് വരേക്കും നമുക്ക് അതിൽ സെയിം തന്നെ ആയിരിക്കും. ബിം മോഡലർ സെയിം തന്നെ ആയിരിക്കും, ഡിസൈൻ നമ്മുടെ കാൽക്കുലേഷൻസ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. ദെൻ അതേപോലെ തന്നെ Okay, one query കാണുന്നത്, can you please share about the placements? That is actually confidential and നിങ്ങൾക്ക് ഓഫീസിൽ വന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് എന്താണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, എങ്ങനെയാ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്, ഓവറോൾ നിങ്ങൾക്ക് അവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. സോ ലാസ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യും. സോ അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളും ഈ പറയുന്ന എങ്ങനെയാ പോർട്ട്ഫോളിയോ ഉണ്ടാവുക, ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടിയും വിഷ്വലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും കേട്ടോ. അത് കൂടാണ്ട് തന്നെ I can see a query asking whether it is online or offline. Offline ആണ്, as we've already said, പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾ കറക്റ്റ് ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും ഇറങ്ങി നിങ്ങൾ തന്നെ നേരിട്ട് കൺസൾട്ടൻസ് പഠിച്ച് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യാണ്. സോ അത് ഓഫീസിൽ തന്നെ നിങ്ങളൊരു സ്റ്റാഫ് പോലെ തന്നെ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്കിംഗ് കാര്യങ്ങൾ വരുന്നതാണ്. സോ അത് ഓഫ്ലൈൻ ആണ്.
പിന്നെ this is not focused only on interior designing and architecture. ഇതിൽ ഡിഫറെന്റ് സ്ട്രീംസ് ഉണ്ട്. ഈ പറയുന്ന ഡ്രോയിങ്സ് ആവട്ടെ, ഡിസൈൻ ആവട്ടെ, എല്ലാം ഓരോ കാറ്റഗറി. ആർക്കിടെക്ട്സിന് വേറെ രീതിയിൽ, എഞ്ചിനീയേഴ്സിന് വേറെ രീതിയിലുള്ള കോഴ്സാണ് സിലബസ് ചെയ്തിട്ടുള്ളത്. സോ അത് വേറെ തന്നെ സെറ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് വി ആർ ഹാപ്പി ടു ഷോ ഹൗ ദ ക്ലാസ് ഇസ് വർക്കിംഗ് ഓൾസോ. സോ വേറെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ? Any queries? സ്റ്റാർട്ടിംഗ് ഡേറ്റ് അടുത്ത ബാച്ച് ഫീ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ തന്നെ 3 monthsലേക്കായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് പേയ്മെന്റ് ഒക്കെ വരുന്നത്. അത് എത്രയാണ്? അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ബാച്ചിലൊക്കെ ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇഫ് യു ട്രൂലി ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് ദിസ് കോഴ്സ്, യു ക്യാൻ പേഴ്സണലി മെസ്സേജസ്. വി ആർ ഹാപ്പി ടു പ്രൊവൈഡ് ഓൾ ദി ഇൻഫർമേഷൻ ദാറ്റ് ഇസ് റിക്വയർഡ്. Course syllabus ഈ പറഞ്ഞ പോലെ തന്നെ we are not presenting over here, as we have already said. Our brochure, Nawaz sir, ഒന്ന് can you just play it again? Sure. നമ്മൾ ആ ബ്രോഷറിൽ ആക്ച്വലി എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാ വരുന്നത്. ഇഫ് യു വാണ്ട് ഐ കൻ ജസ്റ്റ് സമ്മറൈസ് ഇറ്റ്. ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ വി ഹാവ് വർക്ക്ഷോപ്സ്. 2 മെയിൻ കാറ്റഗറി ഓഫ് പ്രോജക്ട്സ്, റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ പ്രോജക്ട്സ്. ഈ റെസിഡൻഷ്യലും കമേഴ്ഷ്യൽ പ്രോജക്ട് ബിഗിനിങ് ടിൽ ദി എൻഡ് എന്തൊക്കെ ടാസ്കുകളാണോ വരുന്നത്, ഫസ്റ്റ് പ്ലാൻ ഡെവലപ്മെന്റ് മുതൽക്ക് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ വർക്കിംഗ് ഡ്രോയിങ് ചെയ്യുക, ഇന്റീരിയർ ചെയ്യുക, അങ്ങനെ എല്ലാ കാറ്റഗറി, എസ്റ്റിമേഷൻ, ഈ പറയുന്ന എല്ലാ കാറ്റഗറിയും ആദ്യം റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് നിങ്ങൾക്ക് തരും. ഇതേ സെയിം സെറ്റ് തന്നെ കമേഴ്ഷ്യലിലും. ഇതിൽ നിങ്ങൾക്ക് റൂൾസ് പഠിപ്പിച്ചു തരും, സബ്മിഷൻ ഡ്രോയിങ്സ് എങ്ങനെയാ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ A to Z കവർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാണ്ട് നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ്സ് ഉണ്ടാവും. മെറ്റീരിയൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ സ്റ്റഡി, ഫീൽഡിൽ പോയി മാർക്കറ്റ്സ്, കൺസൾട്ടൻസ് ആയിട്ടുള്ള മീറ്റിംഗ്സ്, ഇന്ററാക്റ്റീവ് സെഷൻസ്, പിന്നെ ഇതോടൊപ്പം തന്നെ BIM ട്രെയിനിങ്ങും ഈ പറയുന്ന റെസിഡൻഷ്യൽ, കമേഴ്ഷ്യൽ ആൻഡ് ഇന്റർനാഷണൽ പ്രോജക്ട്സ്. ഇതെല്ലാം ലൈവ് പ്രോജക്ട്സ് ആട്ടോ, ഹൈപ്പോത്തറ്റിക്കൽ അല്ല. ബിക്കോസ് വി ലേൺ പ്രോപ്പർലി ഓൺലി വൺസ് ഇറ്റ് ഇസ് എ ലൈവ് പ്രോജക്ട്സ്. സോ ലൈവ് പ്രോജക്റ്റ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന BIM ചെയ്യിക്കുന്നത്, അല്ലാണ്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ചെയ്യിക്കുന്നത്. പോർട്ട്ഫോളിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിന്റെ ക്ലാസ്സും. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ സ്റ്റേജിലും വേണ്ട സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഓട്ടോകാഡ്, സ്കെച്ചപ്പ്, റെൻഡറിങ്ങിന് ലുമിയോൺ, പിന്നെ ഫോട്ടോഷോപ്പ്, അങ്ങനെ എല്ലാ സോഫ്റ്റ്വെയർസും നിങ്ങൾക്ക് ഓരോ സ്റ്റേജിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സും കൂടി ഉണ്ടാവും കേട്ടോ. ഓക്കെ, എനി മോർ ക്വയറീസ്? Thank you so much, Nasir, for your valuable review. So I hope this session was very useful to all of you who have spared your time with us. So I guess it's time to wind up the session. So I once again thank you all, and also the whole team of ArcNova for having a wonderful session of webinar advancement in the AEC industry. നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഒന്നും നമുക്ക് എടുക്കാം. നമുക്ക് കുറച്ച് ലിമിറ്റ്സ് ശരിയാണ്, നമുക്കറിയുന്നതല്ലേ. ഇതൊരു ലിമിറ്റ്സ് ആയിട്ടുള്ള കോഴ്സാണ്. നമുക്കൊരു മിനിമം 20% മാത്രമാണ് നമ്മൾ അലൗഡ് ആക്കുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബുക്കിംഗ് എടുക്കണം അവരെടുത്ത്. ഓക്കെ, ആ ഒരു കാര്യം കൂടി. പിന്നെ നിങ്ങൾക്ക് ആർക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിൽ ഡയറക്റ്റ് പ്രശാന്ത് ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം. അവിടെ നമ്മളുടെ ടീംസ് ഉണ്ടാവും. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. Okay, thank you, Neha, for the section introduced. Okay, thank you all. Have a nice day. Thank you so much. So we can wind up